IPL വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ IPL ഞാൻ ഇന്ന് ഞായറാഴ്ച രണ്ട് കളികളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് വരുന്ന രണ്ട് കളികളെ പ്രത്യേകതയെ കുറിച്ചിട്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് ആദ്യം നടന്ന കളി SRH വേഴ്സസ് KKR. എല്ലാവരും വിചാരിച്ചു രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ്, എന്തായാലും SRH അത് മിക്കവാറും KKRനെ പഞ്ഞിക്കിടും. KKR ഇപ്പോൾ ഈ നനഞ്ഞ പടക്കം പോലെ ഉള്ള ടീമുകളും ആളുകളൊക്കെയാണ്. രഹാനെ, പിന്നെ ക്ലിക്കാവാത്ത ഫാബിയനെ മാറ്റിയിട്ട് ഫാബിയനെ കൂട്ടുകാരനെ ഇറക്കി. സീഫർട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. പിന്നെ എന്തിനോ വേണ്ടി തിളക്കുന്ന പോലെയുള്ള ഒരു കാമറൂൺ ടീം വൻ കോടികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ വൻ കോടിക്ക് എടുത്തിട്ട് ഒരു എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് പെർഫോമൻസ് നടത്താത്ത കാമറൂൺ ഗ്രീൻ, അടികിട്ടി വാരുന്ന മിസ്റ്ററി ബോളർ വരുൺ ചക്രവർത്തി, അങ്ങനെയൊക്കെയുള്ള ഒരു തണുപ്പൻ നനഞ്ഞ പടക്കമായ KKRനെ ഈ ഇടിവെട്ട ടീമായ സൺറൈസേഴ്സ് പഞ്ഞിക്കിടുന്നൊക്കെ വിചാരിച്ചു. കാരണം അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, ക്ലാസൻ, ഇഷാൻ കിഷാൻ, പാറ്റ് കമ്മിൻസ്, മല്ലിംഗ, ഇവരൊക്കെ കൂടി പഞ്ഞിക്കിടുന്ന വിചാരിച്ചു. പക്ഷെ നേരെ ഓപ്പോസിറ്റ് വന്നത്. സ്വന്തം കാണികളുടെ മുന്നിൽ സൺറൈസേഴ്സ് തോക്കുന്ന ഒരു കാഴ്ച കണ്ടത്. എന്നാലും ട്രാവിസ് ഹെഡ് മോശമില്ലാത്തത് കളിച്ചു. ഞാനത് കളിയിലേക്ക് സ്കോർ എടുത്തു, 4 ഗോൾ വിക്കറ്റ് എടുത്തു, അങ്ങനൊന്നും പറയുന്നില്ല. പക്ഷെ ഈ പെട്ടെന്ന് കയറിയിട്ട് അങ്ങനെ പ്ലേ ഓഫിൽ കയറണ്ട, തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യേ എന്നുള്ള ലെവലിലാണ് കൊൽക്കത്ത ഡീൽ ചെയ്തത്. കാരണം ഓൾറെഡി 12 പോയിന്റായി. ഈ കളി ജയിക്കാത്തെങ്കിൽ ഓൾമോസ്റ്റ് പ്ലേ ഓഫ് ഉറപ്പിക്കുക എന്നുള്ള ലെവലിൽ കുതിച്ചുകൊണ്ടിരുന്ന സൺറൈസേഴ്സിനൊരു കടിഞ്ഞാണിട്ട് പിടിച്ചു നിർത്തി അവിടെ KKR പറഞ്ഞ തൽക്കാലം ഓടിക്കാറുണ്ട, ഞാൻ കുറച്ചും കഴിഞ്ഞിട്ട് കയറിയാൽ മതി എന്നുള്ള ലെവലിൽ ഒരു കടിഞ്ഞാണിട്ട് നിർത്തി KKR ജയിച്ചു. KKRനെ കുറച്ച് 7 പോയിന്റ് ആയി. KKRന് 7 പോയിന്റ് ആയി. ശരിയാ, 7 പോയിന്റ് ആയി. ഇതിന്റെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺറൈസേഴ്സിന് 12 പോയിന്റ് ഉണ്ട്. ഈ 2, 3, 4, 5 ഈ 4 ടീമുകൾക്കും 12 പോയിന്റാണ് എടുക്കുന്നത്. ഒന്നാം സ്ഥാനത്തുള്ള പഞ്ചാബിന്റെ അവസ്ഥ ഞാൻ അടുത്ത് പറയാം. പഞ്ചാബിന് 13 പോയിന്റ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ള 2, 3, 4, 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺറൈസേഴ്സ്, RCB, പിന്നെ രാജസ്ഥാൻ റോയൽസ്, ഗുജറാത്ത്, ഈ ടീമിനൊക്കെ 12 പോയിന്റാണ്. ആർക്ക് വേണമെങ്കിലും ഉള്ളിലേക്ക് കയറാം. അപ്പം അങ്ങനത്തെ സ്ഥിതിയാണ്. അത് കാരണം കൊണ്ട് എത്രയും പെട്ടെന്ന് ജയിച്ചു കഴിഞ്ഞാൽ കയറാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും സൺറൈസേഴ്സ് കളിക്കാറിങ്ങിയത്. പക്ഷെ നടന്നില്ല. മുംബൈ അല്ല, കൊൽക്കത്ത കൂച്ച് വെള്ളം ഇട്ട് നിർത്തി തോപ്പിച്ചു. ഇനി അടുത്ത കളി പഞ്ചാബ് വേഴ്സസ് ഗുജറാത്ത്. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് കളി നടന്നത്. ഗുജറാത്തിന്റെ തട്ടകത്തിൽ ഗുജറാത്ത് ജയിക്കുകയും ചെയ്തു. പഞ്ചാബാണ് ആദ്യം ബാറ്റ് ചെയ്തത്. സ്കോറിക്കൊന്നും പോണില്ല. ഒന്നാം സ്ഥാനത്തുള്ള പഞ്ചാബ് ഈ കളി ജയിക്കാത്തെങ്കിൽ പ്ലേ ഓഫിൽ കയറാലോ എന്നൊക്കെ വിചാരിച്ച് നിന്നായിരുന്നു. അവിടെയും ഗുജറാത്ത് ഒന്ന് കൂച്ചുവലം കെട്ടി പിടിച്ച് നിർത്തി. അത് ഓടിക്കാറണ്ട, പതുക്കെ കയറിയാൽ മതി ലെവലിൽ ഒന്ന് കൂച്ചുവലം കെട്ടി നിർത്തി ജയിച്ച് ഇങ്ങനെ എല്ലാവരെയും കടപുഴക്കി വീഴ്ത്തി വന്ന പഞ്ചാബിന് ഇപ്പോൾ 2 തോൽവിയായി. ബാക്ക് ടു ബാക്ക് തോൽവിയാണ് എൻ്റെ അറിവ്. തോൽവിയായി, പക്ഷേ കുഴപ്പമില്ല. പഞ്ചാബ് എന്തായാലും സ്ട്രോങ് യൂണിറ്റ് തന്നെയാണ്. സൈഡ് എങ്ങനെയൊക്കെ പ്ലേ ഓഫിൽ കയറ്റും. എന്നിരുന്നാലും ഓടിക്കാറണ്ട, പതുക്കെ കയറിയാൽ മതി എന്നുള്ള സിഗ്നൽ കൊടുത്തിട്ടാണ് നമ്മുടെ ഗുജറാത്ത് കീഴടക്കിയത്. അപ്പോൾ ഗുജറാത്തിന് 12 പോയിന്റ് 5 സ്ഥാനത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 മുതൽ 5 വരെയുള്ള സ്ഥാനക്കാർക്ക് മുഴുവൻ 12 പോയിന്റാണ്. അങ്ങനെയാണ്. മുംബൈയുടെ കാര്യമുണ്ട്. മുംബൈനെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാം, അല്ലാണ്ട് നിർത്തില്ല. എൻ്റെ ടീമായിരുന്നു മുംബൈ. അവസ്ഥകൾ വളരെ മോശമാണ്. സഞ്ജു ഋതുരാജിൻ്റെ ചെന്നൈ 6ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്, 8 പോയിന്റോട് കൂടിയിട്ട്. സാധ്യതകളുണ്ട്. എല്ലാ കളിയും ജയിക്കണം. മറ്റുള്ള ടീമുകളുടെ കാരണം 12 പോയിന്റ് ഉള്ള 4 ടീം നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ബാക്കിയുള്ള ടീമുകളുടെ റിസൾട്ടും കൂടി നോക്കണം എന്നുള്ള ലെവലുണ്ട്. പിന്നെ ലക്നൗ, മുംബൈ പിന്നെ പുറത്തായി, പണ്ട് കാര്യമൊന്നുമില്ല. അപ്പം ഇതാണ് ഞായറാഴ്ച 2 കളിയിൽ ഫ്രണ്ട് ലൈനിൽ കയറി മുന്നേറിയിരുന്ന പഞ്ചാബിനെ ഗുജറാത്ത് പിടിച്ചു കെട്ടി തോപ്പിച്ചു. സൺറൈസേഴ്സിനെയും പിടിച്ചു കെട്ടി തോപ്പിച്ചു KKR.